ഹായ് എവരി വൺ, ലേൺ കന്നഡ ത്രൂ മലയാളം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കും കുറേ നാളുകളായി വീഡിയോ കാണുന്നവർക്കും അറിയാം, ഇതല്ല നമ്മുടെ ഒരു ശൈലി. നമ്മളെപ്പോഴും മുഖം കാണിച്ചുകൊണ്ടാണ് വീഡിയോകൾ ചെയ്തിരുന്നത്. പക്ഷെ അതിൻ്റേതായ കുറേ പരിമിതികളുണ്ട്. എനിക്ക് സമയം കിട്ടണം, ഞാൻ ഫ്രീ ആവണം, പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇനി മുതൽ പറ്റുമ്പോഴൊക്കെ ഞാൻ മുഖം കാണിച്ചുകൊണ്ട് പഴയ പോലെ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അല്ലാത്ത സമയത്ത് ഇപ്പം പെട്ടെന്നൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, സമയം കിട്ടുകയാണെങ്കിൽ, അതിന് മാത്രമൊരു സമയം കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോകൾ വരുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഫോർമാറ്റ് ഏതാണെങ്കിലും പഠനം നടന്നാൽ മതിയല്ലോ. ഓക്കെ, കുറേ നാളുകളായി നമ്മൾ തുടങ്ങി വെച്ചൊരു പ്ലേലിസ്റ്റ് ഉണ്ടായിരുന്നു, കന്നഡയിലെ പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. അതിൽ നമ്മൾ ഇതുവരെ കവർ ചെയ്തിരിക്കുന്നത് ആകെ 4 സബ്ജക്റ്റുകളാണ്. ഞാൻ എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്ത് ഞാനും, നീ എന്ന് പറയുന്ന വാക്ക് വരുന്ന നേരത്ത് നീനും, നിങ്ങൾ എന്ന് പറയുന്ന വാക്ക് വരുന്ന നേരത്ത് നീവു, പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയാനായിട്ട് കന്നഡയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നാവു എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്ത്. ഇനി ബാക്കിയുള്ളത് അവൻ, അവനു, അവൾ, അവളു, പിന്നെ അവർ, അവരു, പിന്നെ അത്, അതു, അല്ലെങ്കിൽ ഇത്, ഇതു, പിന്നെ അവ അല്ലെങ്കിൽ ഇവ. അതിന് അവു, ഇവു എന്നാണ് പറയുന്നത്. അധികം ഉപയോഗിക്കാറില്ല. അത് നമ്മൾ അതു എന്ന് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ സബ്ജക്റ്റ് വരുന്ന നേരത്ത് എങ്ങനെയാണ് ഭൂതകാലത്തിൽ വാക്കുകൾ ഫോം ആവുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചാണ് തുടങ്ങാൻ പോകുന്നത്. നമ്മളെവിടെയാണോ നിർത്തിയത് അവിടെ മുതൽ അവൻ എന്ന് പറഞ്ഞ വാക്ക് വെച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അവനു എന്ന് പറയുന്ന വാക്ക് വരികയാണെങ്കിൽ കന്നഡയിലെ ഭൂതകാലം എങ്ങനെയാണ് ഫോം ആവുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ആ 4 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് പോയി കാണുക. ഇനി കാണാത്തവർക്ക് വേണ്ടിയും പണ്ട് കണ്ടവർക്ക് വേണ്ടിയും ഞാൻ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. 2 സബ്ജക്റ്റിൽ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു ഉദാഹരണമായിട്ട് ഒന്ന് ഹോഗു എന്ന് പറഞ്ഞ വാക്കും, പിന്നെ ഒന്ന് ഹാഡു എന്ന് പറഞ്ഞ വാക്കും, പോകൂ എന്നും പിന്നെ പാട്ട് പാടൂ എന്ന് പറയുന്ന വാക്കും. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എന്ന് പറയുന്ന നേരത്ത് നാനു ഹോദെ എന്നാണ് വേണ്ടത്. ഈ പാട്ട് പാടുന്ന ഹാഡു എന്ന് പറഞ്ഞ വാക്കാണെങ്കിൽ നാനു ഹാഡിദേ. ഓക്കെ, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 2 വാക്കുകളും എടുത്തത്. ഇനി നമ്മൾ എന്ന് പറഞ്ഞ നാവു എന്ന് പറഞ്ഞ് വരുന്ന നേരത്ത് നാവു ഹോദെവു എന്നും നാവു ഹാഡിദേവു എന്നും വേണം വരാൻ. പിന്നെ നീ എന്ന് പറഞ്ഞ് വരുന്ന നേരത്ത് നീ പോയി എന്ന് പറയാനായിട്ട് നീനു ഹോദെ, പിന്നെ നീനു ഹാഡിദേ, നീ പാട്ട് പാടി. പിന്നെ നീവു എന്ന് പറയുന്ന നേരത്ത് നീവു ഹോദിരി, ഇതധികം അധികം ഉപയോഗിക്കാറില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീവു ഹാഡിദിരി. ഇങ്ങനെയാണ് ഈ 4 സബ്ജക്റ്റുകളും വരുന്നത്: നാനു, നാവു, നീനു, നീവു. ഓക്കെ, ഇന്നത്തെ സബ്ജക്റ്റ് അവനു എന്ന് പറഞ്ഞ വാക്ക് വെച്ചാണ്. അത് പറയുന്നതിന് മുൻപായിട്ട് ഈ കന്നഡയിലെ വെർബുകളുടെ ഒരു കോമൺ പൊതു സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. കന്നഡയിൽ മെയിനായിട്ട് 4 രീതിയിലാണ് വാക്കുകൾ അവസാനിക്കുന്നത്. ഞാൻ പറയുന്നത് 4 രീതിയിലാണ് ക്രിയാപദങ്ങൾ അവസാനിക്കുന്നത്. 4 ശബ്ദങ്ങളിലാണ്. ഒന്ന് ഉ എന്ന ശബ്ദത്തിൽ. ഒട്ടുമിക്ക പദങ്ങളും ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് മാഡു, ഹേളു, കേളു, ഓതു, സഹായമാടു, തിന്നു, കൊടു എല്ലാം ഉ എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. അതുകൂടാതെ വേറെ 3 രീതിയിലും കൂടി അവസാനിക്കുന്ന പദങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഈ എന്ന് പറഞ്ഞ പദത്തിൽ കലി, കുടി എന്നൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് പദങ്ങളേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു രീതിയാണ് എ എന്ന് പറഞ്ഞൊരു ശബ്ദത്തിൽ അവസാനിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ബരേ, തെരേ എന്നൊക്കെ പറഞ്ഞ്. ഇനി 4മത്തെ ഒരു രീതിയാണ് ഓ എന്ന് പറഞ്ഞ രീതിയിൽ അവസാനിക്കുന്നത്. ഞാൻ മുൻപ് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിൻകോ, കുത്കോ എന്നൊക്കെ വാക്കുകളാണ് അതിന് ഉദാഹരണങ്ങൾ. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ ആ ഊയിൽ അവസാനിക്കുന്നതും ഈയിൽ അവസാനിക്കുന്നതും എയിൽ അവസാനിക്കുന്നതുമായ പദങ്ങൾ, അതായത് ഈ മാഡു, കലി, ബരേ എന്നൊക്കെ പറഞ്ഞ ഈ വാക്കുകൾ പോലും നമുക്ക് ഓ എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആക്കി മാറ്റാം. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ മാഡു എന്ന് പറഞ്ഞ വാക്ക് തന്നെ, മാഡു എന്നതിന് മഡ്കോ എന്നും പറയാം. ഓക്കെ, അതുപോലെ തന്നെ കേളു എന്നതിന് കേളിസ്കോ എന്ന് പറയാം. ബരേ എന്ന് പറഞ്ഞ വാക്കിന് ബർക്കോ എന്നും പറയാം. ഇതൊക്കെ ബഹുമാനം വേണ്ടാത്തിടത്ത് പറയുന്ന വാക്കുകളാണ്. ബഹുമാനത്തോടെ പറയാനായിട്ട് കൊള്ളി എന്ന് പറഞ്ഞ് ഉപയോഗിക്കണം. ചുമ്മാ കൊള്ളി എന്നല്ല, മാഡ് കൊള്ളി, കേളിസ് കൊള്ളി, ബർക്കൊള്ളി. ഓക്കെ, അതുകൊണ്ടാണ്
നിൻകോ കുത്കോ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ബഹുമാനപൂർവ്വമായിട്ട് ഉപയോഗിക്കേണ്ട വാക്കുകൾ നിൻകൊള്ളി കുത്കൊള്ളി എന്നാണ്. ഇതിൻ്റെ ഇടയിൽ ള്ളു എന്ന് പറഞ്ഞ വാക്കില്ല. അതായത് ഇപ്പം നിൻകൊള്ളു കുത്കൊള്ളു എന്ന് പറഞ്ഞ വാക്കുകളില്ല. അങ്ങനെ തെറ്റായി വിചാരിക്കരുത്. ഓക്കെ, അപ്പം അതിനുള്ളത് നിൻകൊള്ളി കുത്കൊള്ളി മാഡ്കൊള്ളി ബർക്കൊള്ളി എന്നൊക്കെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ വാക്കിലേക്ക് വരാം. അവനു എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്ത് എങ്ങനെയാണ് ക്രിയകൾ അവസാനിക്കേണ്ടത്? ഓക്കെ, അപ്പം ഞാൻ മുൻപ് പറഞ്ഞത് ആടിതേ, ആടിതെവു, ആടിതേ, ആടിതിരി എന്നൊക്കെയാണ്. നാനു, നാവു, നീനു, നീവു എന്ന് പറഞ്ഞ വാക്കുകൾ വരുന്ന നേരത്ത്. ഇനി അവനെന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആടിത എന്നാണ്. ഞാൻ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ആടു എന്ന് പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോർമാറ്റാണ് എല്ലാത്തിനും ഉപയോഗിക്കേണ്ടത്. ഇപ്പം നമുക്ക് നമ്മുടെ ഏറ്റവും ബേസിക്കായ മാടു എന്ന് പറഞ്ഞ വാക്ക് വെച്ച് ഉപയോഗിക്കാം. അപ്പം അവൻ ചെയ്തു എന്ന് പറയാനായിട്ട് അവനു മാടിത എന്നാണ് വേണ്ടത്. അതേപോലെ തന്നെ ഡൂയിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകൾക്കും ഈ ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ അവനു മാടിത എന്ന് വെച്ചാൽ അവൻ ചെയ്തു, അവനു ഊട്ടമാടിത എന്ന് വെച്ചാൽ അവൻ ഭക്ഷണം കഴിച്ചു, അവനു സഹായ മാടിത എന്ന് വെച്ചാൽ അവൻ സഹായിച്ചു, അവന് കെൽസ മാടിത എന്ന് വെച്ചാൽ അവൻ ജോലി ചെയ്തു, അവന് മാത്താടിത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സംസാരിച്ചു, അവന് സ്നാനമാടിത എന്ന് വെച്ചാൽ അവൻ കുളിച്ചു, അവന് നിദ്രമാടിത എന്ന് വെച്ചാൽ അവൻ ഉറങ്ങി. അപ്പം ഡൂയിൽ അവസാനിക്കുന്ന എല്ലാത്തിനും ഡിത എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കൊടു എന്ന് പറഞ്ഞ വാക്ക്, കൊടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ തരുക എന്നാണല്ലോ. അവിടെ കൊടിത എന്നല്ല വേണ്ടത്, അവന് കൊട്ടിത എന്നാണ് വേണ്ടത്. ഇതിൻ്റെ മറ്റുള്ള കാലങ്ങളിൽ ഞാൻ വാക്കുകൾ പറഞ്ഞു തന്നപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു തന്നിരുന്നു, ഈ കൊടു എന്നത് മറ്റുള്ള വാക്കുകൾ പോലെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ അവൻ കൊടുത്തു അല്ലെങ്കിൽ അവൻ തന്നു എന്ന് പറയാനായിട്ട് അവന് കൊട്ടിത. ഓക്കെ, അടുത്ത വാക്ക് ഹേളു, പറയൂ. അവൻ പറഞ്ഞു എന്ന് പറയാനായിട്ട് അവന് ഹേളിത. അതേപോലെ തന്നെ അവന് കേളിത എന്ന് വെച്ചാൽ അവൻ കേട്ടു അല്ലെങ്കിൽ ചോദിച്ചു. ലൂവിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകൾക്കും ഈ ഒരു പാറ്റേൺ ആണ്. അധികം വാക്കുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്തത് ഓതു, അവനു ഓദിത എന്ന് വെച്ചാൽ അവൻ വായിച്ചു. ഓക്കെ, ഇനി അടുത്തത് കലി എന്ന് പറഞ്ഞ വാക്കാണ്. ഇത് അവസാനിക്കുന്നത് ഈ എന്ന് പറഞ്ഞൊരു ശബ്ദത്തിലാണ്. അവനു കലിത എന്നല്ല, അവന് കലിത്ത എന്നാണ് വേണ്ടത്. കാരണം ഇതിൻ്റെ പാസ്റ്റ് ടെൻസിൽ തായാണ് വരുന്നത്, ദായല്ല. ഞാൻ എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്തെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നാനു കലിതേ അല്ല, നാനു കലിത്തേ എന്നാണ്. ഓക്കെ, ഇനി എയിൽ അവസാനിക്കുന്ന ഒരു വാക്ക് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാരണം എല്ലാത്തിനും ഒരേ ഫോർമാറ്റാണ്, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ബരെ എന്നാണല്ലോ എഴുതു എന്ന് പറയുന്ന വാക്ക്. അപ്പം ഇത് അവസാനിക്കുന്നത് എ എന്ന് പറയുന്ന ശബ്ദത്തിലാണ്. ഇവിടെ അവൻ എഴുതി എന്ന് പറയാനായിട്ട് അവനു ബരേദ എന്നാണ്. ഓക്കെ, അപ്പം പിന്നെ എല്ലാ വാക്കുകളും നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വളരെ പണ്ട് ഈ കന്നഡ വേർബ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് ഒരു 50-60 ക്രിയകൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പം ആ എല്ലാ ക്രിയകൾക്കും ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്താൽ മതി. കാരണം കന്നഡ അത്രയും സിമ്പിളാണ്. നമുക്ക് ആ ഒരു മൂലക്രിയ കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു റൂട്ട് വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ വാക്കുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. എന്നാലും ഏതെങ്കിലും ഒരു ക്രിയ വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് ക്രിയ ഉണ്ടാക്കേണ്ടത്, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ പരമാവധി അതിനൊക്കെ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതുമാണ്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും പറയുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു. ഇനി മുതൽ ഈ ഒരു പാറ്റേണിലെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കന്നഡ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ വെർബുകൾ ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഭൂതകാലത്തിൽ. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഇൻറ്ററാക്റ്റീവായ കോൺവെർസേഷൻസ്, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ സിറ്റുവേഷനിലും സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പഠിക്കാം. ഓക്കെ, അപ്പം അത്രയും പറയുന്നുള്ളൂ. ബൈ.